വഴിപാടുകൾ എന്തിനാണ്? നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ അതിനൊരു പിന്തുണ തേടലാണ് ഓരോ സമർപ്പിക്കുന്ന വഴിപാടുകൾ എന്നത്. അതിൻ്റെ പേരിൽ വരെ അഴിമതിയാണ്. മനസ്സിലായില്ലേ? ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർക്ക് എന്തുമാകാം, ഞാൻ ഉദ്യോഗസ്ഥനാണെങ്കിൽ എനിക്ക് എന്തും അവിടെ നിന്ന് കൈപ്പറ്റാം. അങ്ങനെ ഒരു വലിയ അഴിമതിയുടെ വാർത്തയാണിത്. ക്ഷേത്ര വഴിപാടുകളുടെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം അക്കൗണ്ട് ഓഫീസ് മേധാവിയും ശബരിമല ദേവസ്വം മെയിൻ സ്റ്റോർ മുൻ സൂപ്രണ്ടുമായിരുന്ന എസ് മനുവിനെതിരെ ഗുരുതര ക്രമക്കേടാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. അഷ്ടാഭിഷേകത്തിന് അളവിൽ കൂടുതൽ സാധനം വാങ്ങിയ ഇനത്തിൽ 10 ലക്ഷത്തിലധികം രൂപ നഷ്ടമുണ്ടാക്കിയെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, ഇത് അഴിമതിയുടെ അഭിഷേകമാണല്ലോ. കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേവസ്വം ബോർഡിലെ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഓരോ കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അടിമുടി ദുരൂഹതകളും ക്രമക്കേടുകളും അഴിമതികളും ഭഗവാന്റെ അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലേക്കും വരുന്ന വഴിപാടുകളുടെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപകളാണ് അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റുന്നത് എന്നുള്ളതാണ്. തിരുവാഭരണം മാറ്റിയത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ചില ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേടുകൾ ജനം TV പുറത്തുവിട്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില ക്രമക്കേടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണം, അതായത് ഓംബുഡ്സ്മാന് ലഭിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കഴിഞ്ഞ 2 ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്, അതായത് PS പ്രശാന്തും അതിന് മുൻപുണ്ടായിരുന്ന ഭരണസമിതിയുടെയും കാലത്ത് ബോർഡിൽ എത്തിയതാണ്. പക്ഷേ അതിലൊരു ചെറുവിരൽ അനക്കാനോ ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദേവസ്വം അക്കൗണ്ട്സ് മേധാവിയും ഒപ്പം തന്നെ ശബരിമല ദേവസ്വത്തിന്റെ മെയിൻ സ്റ്റോർ സൂപ്രണ്ടുമായിരുന്ന എസ് മനുവിനെതിരെയാണ് ഗുരുതര ക്രമക്കേടുകൾ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അതിൽ പറയുന്നത് 2017-2020 കാലയളവിൽ ശബരിമലയിലെ മെയിൻ സ്റ്റോറിൽ നടന്നിട്ടുള്ള ചില ക്രമക്കേടുകൾ സംബന്ധിച്ചാണ് 2021 ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് ദേവസ്വം വകുപ്പിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് നൽകുന്നത്. അതിൽ ഫെബ്രുവരി മാസമാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം അവിടുത്തെ മെയിൻ സ്റ്റോറിന്റെ ചുമതല ഉണ്ടായിരുന്ന എസ് മനു ഇക്കാലയളവിൽ നടന്നിട്ടുള്ള ചില പർച്ചേസിങ്ങളുടെ പേരുകളിലും ഒപ്പം തന്നെ ചില വഴിപാടുകളുടെ പേരിലും നടത്തിയിട്ടുള്ള ക്രമക്കേടുകളാണ്. അതായത് അഷ്ടാഭിഷേകം നടത്തുന്നതിന് വേണ്ട അളവിന്റെ ഇരട്ടിയിലധികം സാധനങ്ങൾ വാങ്ങി ഇതുവഴി ഏകദേശം 4,97,715 രൂപയുടെ നഷ്ടം ബോർഡിന് ഉണ്ടാക്കി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, വാങ്ങിയതിൻ്റെയോ ഇതുമായി ബന്ധപ്പെട്ട് വിൽപ്പന നടത്തിയതിൻ്റെയോ ഒന്നും തെളിവുകൾ ദേവസ്വം ബോർഡിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ക്രമക്കേട് അന്വേഷിച്ച് ഓംബുഡ്സ്മാന് പരാതി ലഭിച്ച് ഓംബുഡ്സ്മാൻ അവിടെ എത്തി ഇത് നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും, ഈ സാധനങ്ങൾ വാങ്ങിയതിൻ്റെയോ അതെന്തിനുപയോഗിച്ചു, അതെങ്ങനെയൊക്കെ ക്രയവിക്രയങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ ഒരു രേഖ പോലും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ അഷ്ടാഭിഷേകത്തിന് കദളിപ്പഴത്തിന് പകരം പൂവൻ പഴം ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ശബരിമലയിലെ മെയിൻ സ്റ്റോർ സൂപ്രണ്ടും തമ്മിൽ പരസ്പര ധാരണയോടുകൂടിയാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ശബരിമലയിലെ മെയിൻ സ്റ്റോറിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ചില താൽക്കാലിക ജീവനക്കാർ, ചില സ്ഥിര ജീവനക്കാർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ, അത് തരക്കേടില്ലാത്തൊരു പദവിയിലിരുന്ന ആൾ അഭിഷേകത്തിന് വഴിപാട് നടത്താൻ വേണ്ടി അളവിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങി 10 ലക്ഷം രൂപയോളം തട്ടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ നൽകിയത് എസ് ശാലിനി.